ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ബൺ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഹെയർ ബണ്ണുകൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ മെറ്റീരിയലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അളവുകളുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് 1.5 ഇഞ്ച് വെച്ചാണ്. 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് 2 അറ്റവും ഉള്ളിലോട്ട് മടക്കി ഇങ്ങനെ വലിച്ചു വിടുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയുള്ള ബണ്ണുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബണ്ണുകൾ ഉണ്ടാക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് 2 അറ്റവും ഉള്ളിലോട്ടാവുന്ന വിധത്തിൽ പിടിച്ച് വലിച്ച് വിടണം. അപ്പോഴാണ് ആ ബണ്ണിൻ്റെ 2 അറ്റവും ഉള്ളിലോട്ട് പോവുള്ളൂ. ഉള്ളിലോട്ട് ഇങ്ങനെ പിടിച്ച് ഒന്ന് വലിച്ചു വിടുക. അങ്ങനെ പല തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇതും ഞാൻ അതുപോലെ തന്നെ ചെയ്തതാണ്. കട്ട് ചെയ്യുക, ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒരു 2 രൂപയുടെ ബണ്ണുകളാണ്. ആദ്യം ഞാൻ കട്ട് ചെയ്തത് 3 രൂപയോളം വരും. ഇത് വളരെ കുഞ്ഞിയ ബണ്ണാണ്. ഇത് 1 ഇഞ്ചിൽ വെട്ടിയാൽ മതി. നേരത്തെ പോലെ തന്നെയാണ്. ഉള്ളിലോട്ട് 2 അറ്റം ഉള്ളിലോട്ടാക്കിയിട്ട് വലിച്ചു വിട്ടാൽ മതി. ഈ ബണ്ണ് 5 രൂപയോളം വില വരുന്നതാണ്. കടക്കാർ അത് 7 രൂപയ്ക്കൊക്കെ കൊടുക്കും. വെൽവെറ്റ് ബണ്ണാണ്. 2 ഇഞ്ചിൽ വെട്ടണം. 2 ഇഞ്ചിൽ വെട്ടിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ബണ്ണാണ് ഇത്. ഭയങ്കര സോഫ്റ്റാണ് ഈ ബണ്ണ്. കാണാനും വളരെ ഭംഗിയാണ്. ഈ ബണ്ണ് വലിപ്പം കുറവാണെങ്കിലും ഇതൊരു 1.5 ഇഞ്ചിക്ക് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 ഇഞ്ച് വെട്ടുമ്പോൾ ഇത് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കും. ഈ ബണ്ണ് ഞാൻ കട്ട് ചെയ്യുന്നത് 1.5 ഇഞ്ച് കനത്തിലാണ്. ഈ ബണ്ണ് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വീതിയിൽ വെട്ടാം. അതിന് മേലേക്ക് വെട്ടണ്ട. അതിന് മേലെ വെട്ടിക്കഴിഞ്ഞാൽ കണ്ട 2 അറ്റവും ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കുമ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ കൂടി നിൽക്കില്ല. ഉള്ളിലേക്ക് മടക്കുന്ന 2 അറ്റങ്ങളും ഉൾവശത്ത് കൂടി നിൽക്കുന്ന അളവിൽ വേണം വെട്ടിയെടുക്കാനായിട്ട്. ഈ ബണ്ണ് 2 ഇഞ്ച് അളവിലാണ് വെട്ടുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്യുക, വലിച്ചു വിടുക. വളരെ എളുപ്പമാണ് ഈ ബണ്ണുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. വീട്ടിലിരിക്കുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പണിയാണ് ബൺ മെറ്റീരിയൽ മേടിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ ബണ്ണിന് അതിൽ തന്നെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഓരോ സെറ്റായിട്ട്. അപ്പോൾ ആ വെള്ള ലൈൻ കാണുന്നിടത്ത് വെച്ച് വെട്ടുക, എന്നിട്ട് മറച്ചിടുക. എന്നിട്ട് 2 അറ്റവും ഉള്ളിലേക്ക് ആക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ബണ്ണിനെ എപ്പോഴും ഇങ്ങനെ നൂല് പിന്നെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കണം. എന്നിട്ട് നല്ല രീതിക്ക് 2 അറ്റം ഉള്ളിലേക്ക് ആക്കി വലിച്ചു വിടണം. ഈ ബണ്ണ് കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടൈറ്റും ഉണ്ടാവും. ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ബൺ മെറ്റീരിയൽ മേടിച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.